മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായ ഫേവ സുരേഷിനെ റോഡിലൂടെ വലിച്ചിഴക്കുകയാണ് ചെയ്തത്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പത്തനാപുരത്തിലെ ജനങ്ങൾ നാളുകളായിട്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്ന വ്യക്തിയെ പിള്ളസാറിനെ കണ്ടിട്ടാണ്. പക്ഷേ ഗണേഷ് കുമാറിന്റെ ഈ കൊള്ളരുതായ്മകൾ അവർക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളിവിടെ സമാധാനപരമായി സമരം നടത്തുക, അല്ലാതെ ഗണേഷ് കുമാറിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ കിടക്ക പങ്കിടാൻ വന്നവരല്ല. അദ്ദേഹത്തെ രാജി എഴുതി വാങ്ങണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ തെരുവിൽ തടയും, കട്ടായമാണ്. നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ വെളിപ്പെടുത്തൽ നടത്തിയത് ഏറെ വിവാദമായതോടെ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ MLA-യുടെ ഓഫീസിലേക്ക് പത്തനാപുരത്ത് വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിനിടയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും അവരെ അവിടെ നിന്ന് മാറ്റുന്നതിനിടയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായ ഫേബ സുദർശനൻ, സംസ്ഥാന സെക്രട്ടറിയായ മാരിയത്ത് BV എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഉയർത്തുന്നത്. പത്തനാപുരത്ത് വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. ഈ കേരളത്തിൽ ഇത്രമാത്രം കെടുകാര്യസ്ഥത കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുകയാണ്. ഇതെല്ലാം കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കാൻ ഈ സംഘടന സൂസൻ ബോഡിയോ CS സുജാതയോ നയിക്കുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അല്ല. ഈ സംഘടന അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് ആണ്. ഞങ്ങൾ സന്ധിയില്ലാത്ത സമര പോരാട്ടവുമായി ഈ തെരുവിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാകും. ഈ കേരളത്തിലെ ഓരോ സ്ത്രീകൾക്കും നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം ഇനിയും തുടരും. ഈ ഗതാഗത വകുപ്പ് മന്ത്രി രാജിവെക്കുന്നത് വരെ എന്ന് മാത്രം. ഉമ്മൻചാണ്ടി കാട്ടിയ നീതി, ഉമ്മൻചാണ്ടി കാട്ടിയ നീതി, ഭാര്യ വന്ന് കരഞ്ഞപ്പോൾ എന്റെ പിണറായി കാട്ടിയില്ല, എന്റെ പിണറായി കാട്ടിയില്ല. പിണറായിയുടെ പോലീസേ, പിണറായിയുടെ പോലീസേ അവിഹിതത്തിൽ കൂട്ടു നിൽക്കും. കേരളം ഒന്നാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ്. അല്പമെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ കാമഭ്രാന്തൻ എന്ന VS-നെ പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിസഭയിൽ കടിച്ചു തൂങ്ങാൻ എന്ത് ധാർമ്മികതയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനുള്ളത്? ഒരു മന്ത്രിയുടെ ഭാര്യ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വിളിച്ച് തന്റെ പരാതി പറഞ്ഞിട്ട് അതിനെതിരെ ഒരു ചെറു വിരലകറ്റാൻ പോലും തയ്യാറാകാത്ത ഒരു ആഭ്യന്തര വകുപ്പും. സ്ത്രീകളെ പീഡനത്തിന് ഇരയാക്കുന്ന പോലീസുകാർക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും. അവരൊരു തെറ്റും ചെയ്യാതെ ശാരീരികമായി അവരെ ഉപദ്രവിക്കുകയാണ്. അവരുടെ കാലൊടിഞ്ഞ് രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായ ഫേവ സുരേഷിനെ റോഡിലൂടെ വലിച്ചിഴക്കുകയാണ് ചെയ്തത്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ അതിക്രമം കാണിച്ചു? അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതേ ഉള്ളൂ. അവരെ തലയിടിച്ച് റോഡിൽ വീണ് ബോധരഹിതയായിട്ട് അവരെയും കൊണ്ടുപോയിരിക്കുന്നു. ഈ അക്രമത്തിനെതിരെ തീർച്ചയായിട്ടും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാകും. ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം അല്ലേ? തീർച്ചയായിട്ടും ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ അവരുടെ ഭാര്യ കൊടുത്ത പരാതി എന്നതല്ല ഞങ്ങളുടെ വിഷയം. ഗണേഷ് കുമാർ അതിന്മേൽ പറഞ്ഞ പ്രസ്താവനയാണ്. കാരണം അയാൾ പറഞ്ഞത് ഒരു പ്രണയമല്ല, എനിക്ക് 5000 പ്രണയമുണ്ടെന്നാ. ഈ പ്രണയിക്കുന്നത് ഗണേഷ് കുമാറിനെ പ്രണയിക്കേണ്ടത് സ്വാഭാവികമായിട്ട് സ്ത്രീകളാണല്ലോ. ആ ഒരു പ്രസ്താവന തികഞ്ഞ സ്ത്രീ വിരുദ്ധമാണ്. കാരണം ഈ പത്തനാപുരത്തിലെ ജനങ്ങൾ നാളുകളായിട്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്ന വ്യക്തിയെ പിള്ളസാറിനെ കണ്ടിട്ടാണ്. പക്ഷേ ഗണേഷ് കുമാറിന്റെ ഈ കൊള്ളരുതായ്മകൾ അവർക്ക് അറിയില്ലായിരുന്നു. ഇത്ര വൃത്തികെട്ട രീതിയിലേക്ക് പറയുമ്പോൾ ഇവിടുത്തെ സ്ത്രീജനങ്ങൾ ഒന്നാകെ അദ്ദേഹത്തിന്റെ കിടപ്പറ പങ്കിട്ടു എന്നൊരു അർത്ഥം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ള സ്ത്രീകളാണ് ഞങ്ങൾ. മഹിളാ കോൺഗ്രസ് എന്ന സംഘടന മാത്രമല്ല, ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ സ്ത്രീകൾ, അതിലുപരിയായിട്ട് കേരളത്തിലെ സ്ത്രീകളെ ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചുകൊണ്ട് 5000 സ്ത്രീകൾ അദ്ദേഹത്തിന് കിടപ്പറ പങ്കിടുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല. പ്രത്യേകിച്ചും ഈ ഇവിടെ ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അധികാരത്തിൽ ഇരുന്ന കാലത്തെല്ലാം അദ്ദേഹം മന്ത്രിയായിരുന്നു. മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, സംശുദ്ധ രാഷ്ട്രീയത്തിന് എപ്പോഴും മാതൃകയായിരിക്കേണ്ട ഒരാളാണ് ഒരു ജനപ്രതിനിധി. അത്തരം ഒരാളിന്റെ വായിൽ നിന്നും മ്ലേച്ഛമായി ഈ വാക്കുകൾ വീണിട്ടുണ്ടെങ്കിൽ അത് തികഞ്ഞ
സ്ത്രീവിരുദ്ധതയാണ്. അത് പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകണം. മാത്രവുമല്ല 2013 ഉമ്മൻചാണ്ടി സാറിന്റെ മുന്നിൽ അദ്ദേഹത്തിന് ആദ്യ ഭാര്യ കൊടുത്ത് പരാതി മുഖവിലേക്ക് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് രാജി എഴുതി വാങ്ങിയ ആളാണ് ഉമ്മൻചാണ്ടി എങ്കിൽ അതേ നിയമവും നീതിയുമാണ് ഇവിടെ നിലനിൽക്കുന്നതെങ്കിൽ പിണറായി വിജയൻ എപ്പോഴും പറയാറുണ്ട് സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞാണ് അവർ അധികാരത്തിൽ വന്നതെന്ന്. അങ്ങനെയെങ്കിൽ ആ സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെന്റ് ഈ ഒരു പ്രസ്താവന മാത്രമെങ്കിലും മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ആ ആത്മാഭിമാനത്തെ വില നൽകിക്കൊണ്ട് അദ്ദേഹത്തെ രാജി എഴുതി വാങ്ങണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ തെരുവിൽ തടയും, കട്ടായമാണ്. അതിന് ഇനി ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾ തെരുവിൽ തടയും. മഹിളാ കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനമാണത്. അവർ ഭാര്യയ്ക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഞങ്ങളുടെ വിഷയം. അദ്ദേഹം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. മന്ത്രി എന്ന് പറയുന്ന തന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എപ്പോഴും സംശുദ്ധിയുടെ പര്യായമാകേണ്ട ജനപ്രതിനിധിയാണ്. സാധാരണക്കാർക്ക് എന്നല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും മാതൃകയാകേണ്ടതാണ്. തന്റെ ജീവിതത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ഒരാൾ പറഞ്ഞ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെയാണ് ഞങ്ങൾ. അവര് ഭാര്യയും ഭർത്താവും എന്തായാലും കിടപ്പറയിലെ രഹസ്യം ഞങ്ങൾക്ക് അങ്ങാടിപ്പെട്ടാക്കണ്ട. ഞങ്ങൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായതുകൊണ്ട്, ഇരകൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്കെതിരെ അല്ല പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇദ്ദേഹം MLA ആയിരുന്ന അതേ നിയമസഭയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്ര ഒരു ആരോപണം വന്നപ്പോൾ വ്യാജമാണോ ശരിയാണോ സെറ്റാണോ എന്ന് പോലും ഞങ്ങൾ നോക്കാതെ മഹിളാ കോൺഗ്രസ് ഞങ്ങളുടെ നേതാക്കന്മാരോട് ഒന്നടങ്കം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച് പോലും വളരെ മോശമായിട്ട് ഇപ്പോഴും ഗണേഷ് കുമാർ പറയുന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത അതേ നീതി തന്നെയാണ് ഗണേഷ് കുമാറിന് നൽകേണ്ടതെങ്കിൽ ഗണേഷ് കുമാറിനെ ആ അധികാരത്തിൽ നിന്നും പുറത്താക്കുക തന്നെ വേണം. MLA സ്ഥാനം പോലും അദ്ദേഹത്തിന് ആത്മാഭിമാനം ഒന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ സമൂഹത്തോട് അദ്ദേഹത്തെ വോട്ട് നൽകി ജയിപ്പിച്ച ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ MLA സ്ഥാനം കൂടി അദ്ദേഹം രാജിവെക്കണമെന്നാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇപ്പോൾ വനിതാ പ്രവർത്തകർ പരിക്കേറ്റെന്ന് പറയുന്നത് ഞങ്ങൾ സമാധാനപരമായി ഗണേശിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരം നടത്തുകയായിരുന്നു. ഈ സമരത്തിന് പിന്തുണയുമായി ഇവിടുത്തെ UDF പ്രവർത്തകർ മഹിളാ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അത് റോഡ് ഉപരോധിക്കുകയും ആ റോഡ് ഉപരോധിക്കുന്ന രീതിയിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് ഫെബ, അതുപോലെ അഡ്വക്കേറ്റ് U വഹിദ, പ്രഭാനല്, സുനിത, മാരിയത്ത്, ഈ മാരിയത്ത് ബീവിയെയാണ് വലിച്ചഴിച്ച് പോലീസ് കൊണ്ടുപോകുന്നതിനിടയിൽ ഫെബ സുദർശന്റെ തല പൊട്ടുകയും കൈക്ക് പരിക്കേൽക്കുകയും ഈ വനിതാ പ്രവർത്തകയായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ മാരിയത്തിന്റെ കാലൊടിയുകയും ആ കാലൊടിഞ്ഞ സ്ത്രീയെ അവർ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങളിവിടെ സമാധാനപരമായി സമരം നടത്തുക, അല്ലാതെ ഗണേഷ് കുമാറിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ കിടക്ക പങ്കിടാൻ വന്നവരല്ല. അതൊന്നുകൂടി നിങ്ങൾ ഓർക്കുക. ഞങ്ങൾ കിടക്ക പങ്കിടാൻ വന്നവരല്ല. 5000 കാമുകന്മാരിൽ ഒരാളല്ല ഞങ്ങൾ. ആത്മാഭിമാനമുള്ള ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് സമരം ചെയ്തത് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആക്ഷേപിച്ചതിനാൽ ആ ആക്ഷേപത്തിനെതിരെ മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മഹിളകളോട് ഒത്തുകൂടിയത്. ഞങ്ങളെ അടിച്ചമർത്താൻ വലിച്ചിഴച്ച് കാലും കൈയും തല്ലി ഒടിച്ച് റോഡിലൂടെ വലിച്ചഴിക്കുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിങ്ങൾ ഇവിടെ കണ്ടത്. അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിക്കും. ഇതിനൊരു നല്ല മറുപടി കിട്ടാതെ മഹിളാ കോൺഗ്രസും ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ മാറത്തില്ലെന്ന് മാത്രം പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് പരിക്ക് പറ്റി ഞങ്ങളുടെ സഹോദരിമാരുടെ കൂടെ ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. ഗണേശ് രാജിവെക്കുക തന്നെ വേണം.